Hello all, welcome to Supernotes. അപ്പോൾ നമ്മൾ നേരത്തെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിച്ചു തീർക്കാമെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളൊരു വീഡിയോ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മെയ് മാസം 17-ാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്കിനി പഠിക്കാനുള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ ഡേ 1 വന്നിട്ടുണ്ട്. ഡേ 1-ൽ നമ്മൾ അബ്കാരി ആക്ടിൽ എല്ലാ പുസ്തകങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ശരി. നമുക്കിത് അബ്കാരി ആക്ടിൽ നിങ്ങൾ ജുറിസ്ഡിക്ഷൻ പഠിക്കുക, അതായത് അധികാരപരിധി, മജിസ്ട്രേറ്റിന്റെ അധികാരപരിധി, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അധികാരപരിധി ഇതെല്ലാം പഠിക്കുക. പിന്നെ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുടെ എന്ത് ചെയ്യുക, ഇതിനകത്ത് പഠിക്കുക. പിന്നെ NDPS ആക്ട് വരുമ്പോൾ അവിടെയും ജുറിസ്ഡിക്ഷനും പിന്നെ ഈ പറഞ്ഞ NDPSന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പഠിക്കുക. ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് എന്താണ്, അത് യൂസ് ചെയ്യുന്നുള്ള ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഫോറിൻ ലിക്കർ റൂൾസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈസൻസസ്, അല്ലേ നമുക്ക് ബിയർ പാർലറിന് ഒരു ലൈസൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബാറിന് ലൈസൻസ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ കോട്ട്പ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയുന്ന പബ്ലിക് സ്മോക്കിംഗ്, ബാൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പബ്ലിക് സ്മോക്കിംഗ്, ബാൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം വരുമ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ആൽക്കഹോൾ കൺസപ്ഷൻ, അതായത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മദ്യ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആർട്ടിക്കിൾ പഠിച്ചിട്ട് പോകുക. നിർദ്ദേശകത്വങ്ങളുണ്ട്, അത് പഠിച്ചിട്ട് പോവുക. പിന്നെ ലിക്കർ കൺസപ്ഷൻ പ്രസന്റ് സിനാരിയോ, ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ് ആ ഒരു ലിക്കർ കൺസപ്ഷൻ നടക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ IT ആക്ടിൽ 43B, 65, 66, 66B ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ഇത്രയും നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾ ജോലി ചെയ്ത് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകൾക്ക് പോയി പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സമയം അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവിടെ ലംസം ഓഫ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാം. പിന്നെ അല്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വളരെയധികം ഉപകാരപ്പെടും. കാരണം മെയ് 17 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1 മാസവും ചില്ലറ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പം നമുക്ക് അതിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്യണം, ഇതൊരു 3-4 വട്ടം റിവിഷൻ പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 20 മാർക്കിൽ നിന്നും ഒരു 15+ നമുക്ക് ഷുവർ അടിക്കാൻ പറ്റൂ. ഈ 15+ നമ്മൾ ഷുവർ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, ആ വരുന്ന ഒരു ചെറിയ റാങ്ക് ലിസ്റ്റ്, സിവിൽ എക്സൈസ് ഓഫീസർ എന്തായാലും ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ആ ഒരു ചെറിയ റാങ്ക് ലിസ്റ്റ് ജില്ലാതലമാണെങ്കിൽ പോലും ചെറിയൊരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ടോപ്പിൽ എത്തിച്ചേരാനും ജോലി മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ ദിവസത്തേക്ക് പോവാം. ഇപ്പോൾ ഡേ 2 എടുക്കുമ്പം അബ്കാരി ആക്ട് തന്നെ അതോറിറ്റി ടു സെയിൽ ലിക്കർ, അല്ലേ, മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെ പറ്റി പറയുന്നു. പിന്നെ ലിക്കർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിക്കർ ഉണ്ട്, ബിയർ ഉണ്ട്, വൈൻ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിസ്കി ബ്രാൻഡി ആണെന്നല്ല ഉദ്ദേശിച്ചത്, ബിയർ, വൈന്, കള്ള്, ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ഡ്രഗ്സ് ഇൻ പ്രസന്റ് സെനാരിയോ, ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ഡ്രഗ്സ് കാര്യങ്ങൾ NDPSC പഠിക്കുക. പിന്നെ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്താണ് അതിന് അബ്യൂസീവ് കോണ്ടൻസ് എന്താണ്, ഇതെല്ലാം പഠിക്കുക. പിന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസിൽ വരുമ്പോൾ കെമിക്കൽ ഫോർമുല, ഡീനേച്ചർഡ് സ്പിരിറ്റ്, ഇത്രയും പഠിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്നുള്ളത്, കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ആണ്, അതൊന്ന് പഠിച്ചു പോവുക. ഫോറിൻ ലിക്കറിൽ എന്താണ് സ്ട്രെങ്ത് ഓഫ് ലിക്കർ സോൾഡ് ഇൻ സ്റ്റേറ്റ്, പിന്നെ സ്ട്രെങ്ത് ഓഫ് ബിയർ, അതായത് നമ്മുടെ സ്റ്റേറ്റിനുള്ളിലുള്ള മദ്യത്തിന്റെ വീര്യം എന്താണ്, ബിയറിലുള്ള വീര്യം എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ കോട്ട്പ എന്താണ്, 90 യാർഡിനുള്ളിൽ മാത്രം, 90 യാർഡുകൾക്ക് വെളിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 90 യാർഡിന് വെളിയിൽ മാത്രമേ ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് പാടുള്ളൂ. അതും കുറച്ച് കടകളുണ്ട്, അതിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് പോകാം. പിന്നെ എന്താ നീഡ് ഫോർ റെഗുലേഷൻ എന്ന് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോൾ ഇത് പഠിക്കുക. പിന്നെ IT ആക്ട് വരുമ്പോൾ 66C, 66D, 66E, 66F, 67 ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഡേ 3 പോകാം. ഡേ 3 വരുമ്പോൾ അബ്കാരി ആക്ടിന്റെ ഡെഫിനിഷൻസ് ആൻഡ് ലീഗൽ ടേംസ് പഠിക്കുക. ലീഗൽ ടേംസ്, അബ്കാരി, റവന്യൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ പഠിക്കാം. പിന്നെ ഡ്രൈ ഡേയ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ബാറാവതിയാണെന്നറിയാം. ശ്രീനാരായണ ഗുരു ജനിച്ചതും മരിച്ചതും ബാറാവതിയാണെന്നറിയാം. പിന്നെ ഗാന്ധി ജയന്തി, പിന്നെ ഗാന്ധിജിയുടെ മരണം ബാറാവതിയാണെന്ന് നമുക്കറിയാം. ദുഃഖവെള്ളി ബാറാവതിയാണെന്നറിയാം. അങ്ങനെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡ്രൈ ഡേയ്സ് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ശരി. പിന്നെ ഇലക്ഷൻ പിന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 48 മണിക്കൂർ നിങ്ങൾക്ക് മദ്യം കിട്ടില്ല, അതും കൂടെ ഒന്ന് ആലോചിക്കുക. ശരി.
പിന്നെ NDPS 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അതിൻ്റെ സെക്ഷൻസ് 20, 21, 22, 50 ഇത്രയും സാധനങ്ങൾ NDPSുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. പിന്നെ ഡിസ്റ്റിലറിയിലേക്ക് വരുമ്പോൾ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആൻഡ് മൊളാസസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. അതിൻ്റെ കൗണ്ടിനെ പറ്റിയൊക്കെ ഒന്നായിരുന്നു പഠിക്കുക. പിന്നെ ഫോറിൻ ലിക്കർ റൂൾസിൽ ഡിസ്റ്റൻസ് റൂൾ, ഇത്ര ഡിസ്റ്റൻസിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം. IMFL, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് എക്സെട്ര. നമ്മൾ IMFL നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. IMFL എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന എക്സാമ്പിൾ ഓഫീസേഴ്സ് ചോയ്സ്, നോർമാൻഡീസ്, ഡാഡി വിൽസൺ, ഇതൊക്കെ എന്താണ് IMFL ആണ് അല്ലേ, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണ്. ആന്റിക്വിറ്റി ബ്ലൂ, ഇതൊക്കെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണ്. പിന്നെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുമ്പോൾ ഗ്ലെൻഫിഡിച്ച്, പിന്നെ ജാക്ക് ഡാനിയൽസ്, ടെക്കീല, ഇതൊക്കെ എന്താണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പം ഇതെന്താണ് നിങ്ങൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. കോട്ട് ആക്ട് വരുമ്പോൾ എന്താണ് വാണിംഗ്, അതായത് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും ഏകദേശം സിനിമയുടെ ഇത്രയും ഭാഗത്തുള്ള എന്താണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഓക്കെ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ലിക്വർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ പറയണം, ഇത്ര റേഷ്യോയിൽ സിനിമാ തിയേറ്റർ എഴുതി കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുള്ളത് പഠിക്കുക. പിന്നെ ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിസം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രഗ് അഡിക്ഷനും വിമുക്തി മിഷനും പഠിക്കുക. അതായത് ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക, അതിലെന്തെങ്കിലും കറണ്ട് അഫെയർ എന്തെങ്കിലും അതൊന്ന് ആഡ് ചെയ്ത് പോവുക. ഓക്കെ, IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 67 പഠിക്കാം, 67B പഠിക്കാം, 72, 77, 78 ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഡേ 4ലേക്ക് വരുമ്പോൾ ഡേ 4ൽ നമ്മൾ ഓൾറെഡി 2 ടോപ്പിക്ക് തീർത്തിട്ടുണ്ട്, കോട്ട്പയും IT ആക്റ്റും തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അബ്കാരി ആക്റ്റിൽ വരുമ്പോൾ സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് ഇഷ്ടംപോലെയുണ്ട്, അതൊന്ന് നോക്കി പഠിക്കുക. പിന്നെ മാനുഫാക്ചർ പൊസഷൻസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ NDPSൽ ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ ഓഫ് കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രമാണെന്നുള്ളത് പഠിക്കുക. പിന്നെ കോമൺ ഡ്രഗ്സ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കോമൺ ഡ്രഗ്സ്, മരുന്നുണ്ടാക്കാനായിരിക്കും അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളായിരിക്കും, അതൊന്ന് പഠിക്കുക. പിന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ്, ഡിസ്റ്റിലേഷൻ, ഫെർമെന്റേഷൻ, അറ്റന്യൂവേഷൻ എന്നുള്ളത് ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. ഫോറിൻ ലിക്കർ റൂൾസ് വരുമ്പോൾ വർക്കിംഗ് അവേഴ്സ്, ഡ്രൈ ഡേയ്സ് ഇവിടെയും പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ അബ്കാരിയിലും പഠിക്കാനുണ്ടായിരുന്നു, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. കോമൺ ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കോട്ട് പെർ റിവിഷൻ അടിക്കുക, ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിസം റിവിഷൻ അടിക്കുക. കാരണം ഈ 3 ടോപ്പിക്ക് നിങ്ങൾക്ക് തീർന്നു. ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിസം, IT ആക്ട്, കോട്ട് ഇത്രയും എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഡേ 5 വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മുഴുവനായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക. റിവിഷൻ ഈസ് എവറിത്തിങ്. ഓക്കെ, റിവൈസിങ് ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. റിവിഷൻ പക്കയായിട്ട് ചെയ്യുക. റിവിഷനാണ് നിങ്ങളെ പിന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് പോലും മുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കുള്ള വജ്രായുധമായി എടുക്കാൻ സാധിക്കുന്ന ഒരു സാധനം. ഓക്കെ, യുവർ മോസ്റ്റ് ഹോളി വെപ്പൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നോക്കാം, ഡേ 6 വരുമ്പോഴത്തേക്കും അബ്കാരി ആക്ടിൽ എന്താണ് അബ്കാരി റവന്യൂ, പവേഴ്സ് ഓഫ് ആൻ അബ്കാരി ഓഫീസർ, ഇത് കൃത്യമായിട്ട് പഠിക്കുക. അബ്കാരി ഓഫീസറിന്റെ പവർ എന്താണ് കൃത്യമായിട്ട് പഠിക്കുക. NDPSൽ പണിഷ്മെന്റ്, റിഹാബിലിറ്റേഷൻ അതിനെപ്പറ്റി പഠിക്കുക. ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് വരുമ്പോൾ ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ്, റെക്ടിഫിക്കേഷൻ. ബ്ലെൻഡിങ് അതായത് കലർത്തൽ, പിന്നെ അത് മിശ്രണം ചെയ്യൽ, ഇതെല്ലാം ഒന്ന് പഠിക്കുക. ഫോറിൻ ലിക്കർ റൂൾസ് എന്താണ്, ടൈപ്സ് ഓഫ് പെർമിറ്റ്സ്, എന്തൊക്കെയാണ് പെർമിറ്റ്സ് എന്നുള്ളത് പഠിക്കുക. കോട്ട് പെർ വരുമ്പോൾ കോട്ട് പെർ റിവിഷൻ അടിക്കുക. പിന്നെ എന്താണ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം റിവിഷൻ അടിക്കുക, IT ആക്ട് റിവിഷൻ അടിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക. അടുത്ത ഡേ 7 വരുമ്പോൾ അബ്കാരി ആക്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ്, റിവിഷൻ ചെയ്യുക. NDPS റിവിഷൻ ചെയ്യുക. പിന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൽക്കഹോൾ ഉണ്ട്, പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ, അതിൻ്റെ ഡിഫറൻഷിയേറ്റ്, അതിൻ്റെ അളവുകളും കാര്യങ്ങളും വ്യക്തമാക്കി പഠിക്കുക. പിന്നെ മദ്യ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക, അത് വളരെ ചോദിക്കാറുള്ളതാണ്, പഠിച്ചിട്ടേ പോകാവും. പിന്നെ ഫോറിൻ ലിക്കർ റൂൾസ് റിവിഷൻ അടിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ട്. കോട്ട് പെർ റിവിഷൻ അടിക്കുക. പിന്നെ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് റിവിഷൻ, IT ആക്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 ടോപ്പിക്ക് നിങ്ങൾക്ക് തീർന്നിട്ടുണ്ട്. 6 ടോപ്പിക്ക് 6 ദിവസം കൊണ്ട് നമ്മൾ തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോഴും പഠിച്ച് തുടങ്ങാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ മൈൻഡിൽ തന്നെ കണ്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. 8ാം ദിവസം വരുമ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ തീർന്നുകൊണ്ട് വെറും 8 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് ഇതിനെ ഫുൾ റിവിഷൻ അടിക്കുന്ന ഒരു നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ആ ബാച്ച് വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾ കോഴ്സ് എടുക്കുക, പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു 8 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് റിവിഷനോടുകൂടി എന്താണ് ടോപ്പിക്ക് തീരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വെടിപ്പായിട്ട് പഠിക്കുക, നന്നായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ ഇഷ്ട ജോലിയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം, ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നല്ലൊരു പഠനകാലം എല്ലാവർക്കും നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക്